ഗായ്സ്, അങ്ങനെ നമ്മൾ 3 പേരും വണ്ടി എടുത്ത് ഇതാ വിട്ടിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കടൽ കാണാനൊക്കെ പോകാമെന്ന്. ഇച്ചുവിനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് അവസാനം അത് വൈകി. ഇച്ചു ഞാനൊക്കെ കുളിച്ച് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ എനിക്ക് കടലിൽ പോകാനുള്ളൊരു മൂഡില്ല ഗൈസ്. കാരണം പോയി കഴിഞ്ഞവൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല, അവിടെ പൂഴിയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പിന്നെ പോയിട്ട് കാര്യമില്ല, വന്നിട്ട് വീണ്ടും കുളി, അതൊക്കെ ഒരു പണിയാണ്. അതുകൊണ്ട് പിന്നെ അവിടെ പോകണ്ട, നമുക്ക് ഒരു ബട്ടർ ബണ്ണ് തിന്നാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് വണ്ടി എടുത്ത് വിട്ടത്. ബട്ടർ ബണ്ണിൻ്റെ അവിടെ എത്തുമ്പോഴേക്ക് ജനതേൻ്റെ അവിടെ എത്തി നോക്കുമ്പോഴേക്ക് നല്ല തിരക്കുണ്ട്. ബട്ടർ ബണ്ണാണെങ്കിൽ ഞാൻ മാത്രമേ തിന്നുള്ളൂ, കുഞ്ഞ് തിന്നൂല. അതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തിട്ട് നേരെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമ്മൾ സ്റ്റീക്ക് ഹൗസിലേക്കാണ് പോയിട്ടുള്ളത്. ആടെ എത്തി നമ്മളവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവസാനം നമ്മുടെ സാധനം എത്തി മക്കളെ, അടിപൊളി ബിരിയാണി ഗൈസ്. അപ്പോൾ ബിരിയാണി എന്ന് പറയുമ്പം ഇപ്പോൾ എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നു. കാരണം എനിക്ക് എത്ര കിട്ടിയാലും മതി വരാത്തൊരു സാധനമാണ് ബിരിയാണി. ബിരിയാണി പറയുന്നൊരു വികാരമാണ് ഗൈസ്. അങ്ങനെ കൊട്ടൊക്കെ ഞാനിങ്ങനെ കടിച്ച് വലിച്ച് എനിക്ക് കാല് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തിന്നുമ്പോഴേക്കും നമ്മുടെ സാലഡ് ഉണ്ടായിരുന്നു. അച്ചാറില്ലേ എന്ന് ഞാനിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അച്ചാറും കൊണ്ടുവന്നു. അങ്ങനെ അച്ചാറും പച്ചടിയും ഒക്കെ കൂട്ടി നല്ലൊരു അടിപൊളി ബിരിയാണി അങ്ങോട്ട് തിന്നു. പയ്യന്നൂർ സ്റ്റിക്ക് ഹൗസാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ വരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ അവിടെ. അതുകൊണ്ട് നേരെ അവിടത്തേക്ക് പോയി. അങ്ങനെ ഇച്ചുവിന് ആടിയില്ല കുറച്ച് സാധനങ്ങളിലൊക്കെ കയറ്റുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പരിപാടി. അങ്ങനെ കുതിരയെ കയറിയിട്ട് ഇത് കുതിരേനെ അല്ലേ അതേ തോന്നുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സമയം കളിച്ചു. പിന്നെ നേരെ നിരങ്ങാപ്പെട്ടി പോയി. ഇനി ശരിക്കും എന്താ പറയുക, നിരങ്ങാപ്പെട്ടി എന്നാണ് ഞാൻ പറയുക. അതിൻ്റെ അകത്ത് കയറി. അപ്പോൾ അവന് ചെറിയൊരു പേടിയായി. പിന്നെ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വീണ്ടും കുതിര തന്നെ മതി, ഇതാ നല്ലതെന്നും പറഞ്ഞിട്ട് നേരെ കുതിരേൻ്റെ പുറത്തേക്ക് തന്നെ വീണ്ടും അവൻ കയറിയിട്ടുണ്ട്. അവസാനം ഈ കുതിരയെ നാടി അവന് വരണം എന്നുള്ള ഒരു ചിന്തയേ ഇല്ലാണ്ട് അവിടുന്ന് തന്നെ കളിക്കാനുള്ള ഒരു ഇതായി കേട്ടോ. കുറേ പിള്ളേർ വേറെ ഉണ്ടായിരുന്നു, അവരൊക്കെ അവിടുന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ അവരെയൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്തും ഇപ്പുറത്തുള്ള ബാക്കിയുള്ള ഇതിലൊക്കെ കയറിക്കോന്ന് പറയുമ്പോൾ അവൻ കൂട്ടാക്കുന്നേ ഇല്ല. അവസാനം എന്തൊക്കെയോ പറഞ്ഞ് അവനെയും കൂട്ടി വണ്ടി എടുത്ത് നേരെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പയ്യന്നൂരിൻ്റെ രാത്രി ഭംഗി ഗൈസ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഷോക്ക് കഴിഞ്ഞ് വരുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവസാനം നമ്മൾ വണ്ടിയെടുത്ത ബ്ലോക്കിലേക്കൂടെയൊക്കെ നുഴഞ്ഞ് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൊക്കേഷൻ പിടിക്കാനായി. അവസാനം ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. ഈ ഒരു പെട്രോൾ പമ്പ് കേട്ടോ, ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് നമ്മുടെ ഈ വണ്ടി ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് പോയത്. സ്റ്റാർട്ടാവുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ. ഞാനും കുഞ്ഞു ഏട്ടനും മാത്രമേ ഉള്ളൂ ഒരു വല്ലാത്ത അവസ്ഥ. ഈ പെട്രോൾ പമ്പ് കാണുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്.